എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ് കേട്ടോ, അത് ശരിയാവണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഗോപിക നിന്നെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒന്നിച്ച് കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിക പരസ്പരം വന്നു കഴിഞ്ഞപ്പോൾ, ഇവനെ ഞാൻ ഇത്രയൊക്കെ സഹായിച്ചതല്ലേ, മേ ബി എന്നിട്ട് അവൻ എന്നോട് അങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ആയിരിക്കാം. മേ ബി ആണ് കേട്ടോ, ഒരു മേ ബി ആണ്, അങ്ങനെ ആയിരിക്കാം. ആ സമയത്ത് കൂടി തുപ്പൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ക്യാരക്ടർ ഇതാണ്, അത് ആ ക്യാരക്ടർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടങ്ങുമായിരിക്കും. അടങ്ങുന്ന സമയം വരെ അവർക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അതുവരെ അവർക്ക് അപ്പോഴത്തേക്ക് അവരുടെയും സെൽഫ് ഡിഗ്നിറ്റി ബാധിച്ചിട്ടുണ്ടാവും. സത്യം, അത് ഭയങ്കരമാണ്. ഇവിടെ വരുന്നതും സെൽഫ് ഡിഗ്നിറ്റിയെ ബാധിച്ചുകൊണ്ടാണ്. നമുക്കൊരു ഭയങ്കര, അത് നമ്മൾ മറ്റെന്തും നമ്മൾ സഹിക്കും, ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ നമുക്കൊന്നുമല്ല, പക്ഷെ നമ്മൾ സ്വന്തമാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് മൊറാലിറ്റിയും എത്തിക്സ് ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഇത് മുമ്പോട്ട് പോകില്ല. ഞാൻ ബേസിക്കലി അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് കുറെ സ്റ്റബേൺ ആയിട്ടുള്ള കുറെ റൂൾസ് ഉണ്ട് ഞാൻ എനിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും ചേരാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ വിട്ടുപോരും, അല്ലെങ്കിൽ ഞാൻ കൂടെ നിർത്താറില്ല. അപ്പം ചേച്ചി പോയതാണ് ഇപ്പൊ നിങ്ങളുടെ ഫാൻസുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം. ചേച്ചി എവിടെ, അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. അപ്പം എവിടെ, ഇപ്പൊ 2 or 3 സ്ഥലത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ അല്ലേ? ദിസ് ഈസ് ദ തേർഡ് വൺ. അപ്പോൾ ആ സ്ഥലങ്ങൾ ഗോപിക കണ്ടിട്ടുണ്ടാകുമോ? ഗോപികയുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ അങ്ങനെ പറയരുതായിരുന്നു എന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ബാക്ക് എൻഡിൽ നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്തിയായിരുന്നെങ്കിൽ, കാരണം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എങ്ങനെ അറിയും ഇതവിടെ ഹേർട്ട് ആവുന്നുണ്ട്, ഇതവിടെ ബുദ്ധിമുട്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ട് ചിലപ്പോൾ ഒരു ഹാപ്പി ആവുന്നുണ്ട്, ഞാൻ എങ്ങനെ അറിയും? എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്ക് അതുവരെ എനിക്ക് തുടർന്ന് പോവാലോ. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് ലൈക്ക് നമ്മളുടെ ഈഗോ മാറ്റി നിർത്തി ലോജിക്കലി തിങ്ക് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അന്ന് നമുക്ക് സമാധാനം ഉണ്ടാവും, നമുക്ക് വളർച്ചയുണ്ടാവും. ഒരു കാര്യം കൂടെ, ഇപ്പം ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇത് ഗോപിക കണ്ടിട്ട് ഒരു ചാൻസ് വീണ്ടും, അതായത് എടാ ഓക്കെ ഫൈൻ, നമുക്ക് പഴയ പോലെ ആയില്ലെങ്കിലും നീ ഇന്ന് എനിക്ക് അനിയൻ തന്നെ, അതായത് ഒരു അകലിച്ചുണ്ടല്ലോ, ആ ഒരു അതിനൊരു മീഡിയം ആയിക്കൊള്ളില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചാടിക്കറിയൊന്നും പോയില്ല. കാരണം ഒരു പ്രാവശ്യം വെള്ളത്തിൽ വീണ പൂച്ച എന്ത് ടൈപ്പ് വെള്ളം കണ്ടാലും പേടിക്കും. ഞാൻ ചിന്തിക്കും, പിന്നെ അറിഞ്ഞു വെച്ച് ഞാൻ ചിലപ്പോൾ പെരുമാറാം. അതും ഒരു പോസിബിലിറ്റിയാണ്. ഞാൻ ആർക്കും ഒരു ഉറപ്പ് കൊടുക്കുന്നില്ല. അല്ല, ഇത്രയും ഞാനൊക്കെ എപ്പോഴും പറയും, ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്, ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടും. പക്ഷെ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആലോചിക്കും, ഈശ്വര അതെന്തിനായിരുന്നു, വേണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫിലെ നമ്മൾ ഓരോ കാലഘട്ടം ഉണ്ടല്ലോ, അങ്ങനെ കാലഘട്ടം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വർഷം നോക്കുമ്പോൾ ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണെന്നല്ലോ, ഈ വ്യക്തിക്ക് നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, മറ്റെന്തിനെ കഴിഞ്ഞ് പ്രാധാന്യം കൊടുത്തതാണല്ലോ, അതോർത്ത് ഞാൻ ക്ഷമിക്കാറുണ്ട്. മനസ്സിലായി? എന്നിട്ട് ഞാൻ തന്നെ, അവരായിരിക്കാം നമ്മളോട് തെറ്റ് ചെയ്തത്, അവരായിരിക്കാം എല്ലാം ചെയ്തത്, എങ്കിൽ കൂടിയും അടുത്ത മൊമെന്റ് എന്നിട്ട് സോറി കേട്ടോ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മളങ്ങ് അംഗീകരിക്കും, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉണ്ട്, നമ്മളങ്ങ് അംഗീകരിക്കണം. നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് നമ്മൾ അംഗീകരിക്കണം. അല്ല ബേസിക്കലി ഹ്യൂമൻസ് ആകുമ്പോഴേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ആളാണെങ്കിൽ നമ്മൾ ഓക്കെ സോറി, ഇപ്പൊ ഞാനിവിടെ എത്താൻ ലേറ്റ് ആയപ്പോഴും സോറി എന്നാ ഞാൻ പറഞ്ഞത് ആദ്യമേ. മനസ്സിലായോ? അത് ആളാണെങ്കിൽ, അത് പറയാൻ കൂട്ടാക്കാത്ത ഒരാളാണെങ്കിൽ നമ്മളിവിടെ എത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഏച്ച് കിട്ടിയാലും മുളച്ചു വെക്കും. അതുപോലെ തന്നെ ചില ബന്ധങ്ങള് നഷ്ടപ്പെടാനുള്ളതാണ്. എല്ലാം ഒന്നും നല്ല രീതിയിൽ അവസാനിക്കില്ല. എല്ലാം ഒന്നും ലൈഫ് ലോങ് നമ്മളുടെ മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഇവോൾവ് ചെയ്യും, നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾക്ക് ചുറ്റിനുള്ള എൻവയോൺമെന്റും ആളുകളും മാറും. അതെ, നമ്മുടെ ഓരോ ദിവസത്തെ ഐഡിയോളജി മാറും. നമ്മൾ എത്ര സെറ്റ് ചെയ്ത് വെച്ചാലും ഐഡിയോളജി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് പറയുന്ന ആയിരിക്കില്ല. കാരണം 4-5 മാസം മുമ്പാണ് ഞാൻ ഇന്റർവ്യൂ തന്നത്. അന്നത്തെ എന്റെ ഐഡിയോളജി അല്ല ഇന്നത്തെ എന്റെ ഐഡിയോളജി. ഐഡിയോളജി എന്ന് ഉദ്ദേശിച്ചത് ഒരാളെ പറ്റി, അല്ലെങ്കിൽ പ്രത്യേകം നിങ്ങൾ എന്താണോ എന്നിൽ നിന്ന് അറിയാൻ ആഗ്രഹിച്ചത്, ആ ഒരു ഐഡിയോളജി അല്ല ഇപ്പോൾ ഉള്ളത്. മനസ്സിലായോ? ഒബ്വിയസ്ലി ഞാൻ ചേഞ്ച് ആയി, എനിക്ക് ചേഞ്ച് ആവേണ്ടി വന്നു. പുതിയ വീഡിയോ ഒന്നും ഇട്ട് തുടങ്ങിയില്ല? ഞാൻ ഇടുന്നുണ്ട്. ഒബ്വിയസ്ലി റീച്ച് ഉണ്ട്. ഓ, അതിലൊരു അഹങ്കാരം, അതായത് ഇങ്ങനെ, അതായത് ആളില്ലെങ്കിലും എനിക്ക് റീച്ച് ഉണ്ട് എന്നൊരു ഡയലോഗ്, അതിന്റെ ഒരു എനിക്കല്ല, എന്റെ പേജിനാണ് റീച്ച് ഉള്ളത്.
മനസ്സിലായോ? എന്റെ ആൽഗൃതം ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന പേജ് ആയതുകൊണ്ട് റീച്ച് ഉണ്ട്. ആ, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഞാൻ നിൽക്കുന്നോണ്ടല്ല, എന്റെ പേജ് ഇപ്പൊ വേറൊരാൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയാലും ഞാൻ മാറി വേറൊരാൾ വന്നാലും പേജ് മിക്കവാറും ഓടും. ഒരു പരിധിവരെ ഓടും. കാരണം ആൽഗൃതം ഹിറ്റ് ചെയ്തിട്ടുള്ള പേജാണ്. 2-2.5 കൊല്ലമല്ലേ ഞാൻ പണിയെടുക്കുന്നത്. പട്ടിപ്പണി എടുത്തെടുത്ത് അവസാനം ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് മനസ്സിലായി, ഓക്കെ ഇവൻ അത്യാവശ്യം കൊള്ളാം, ഇവൻ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചേക്കാന്ന് വിചാരിച്ച് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അവരുടെ രീതിയിലും പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആൽഗൃതം ഹിറ്റായി. നമ്മുടെ ഇന്റർവ്യൂവിൽ വരുന്നൊരു പ്രധാന കമന്റ് എന്ന് വെച്ചാൽ ഇവനൊക്കെ ഏത് ലോകവാ, ഇവനൊക്കെ ആരാ, ഇതൊക്കെ ആരാ, അവർക്കറിയാം. അവർക്ക് ഓൾറെഡി ഞാൻ ആരാണ്, എൻ്റെ കൂടെയുള്ള ആൾക്കാരാണെന്ന് അറിയാം. സോ മേ ബി അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഒരു സാധാരണക്കാരൻ എത്തിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് മാനസികമായി വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ആരാ വേറെ ഞാൻ നോക്കിയപ്പോ സെയിം ഇത് പറഞ്ഞിരിക്കുന്ന ആള് എന്റെ വേറെ അടിയിലെ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളി ബ്രോ സൂപ്പർ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റിൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അടുത്ത സെക്കൻഡില് ഇവനൊക്കെ ആരാ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ഇങ്ങനത്തെ കണ്ടന്റോ ആയിട്ട് തന്നെ മുന്നോട്ട് പോവാനാണ് പ്ലാൻ? അല്ല, ഇതുവരെ പ്ലാൻ ഒന്നുമില്ല. ഇത് ഹാപ്പിനെസിന്റെ ഭാഗമായി ഇപ്പൊ ആദ്യ കാലങ്ങളിൽ പറഞ്ഞിരുന്നു ചേച്ചി ഇതെനിക്കൊരു പാഷൻ ആണെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ട്രെയിനറാണ്. എനിക്ക് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പം ആരെന്നില്ല, ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് കലപിലായിരിക്കും. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയെടുത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഓൾറെഡി ഞാൻ എന്താണോ ആകേണ്ടത്, ഇപ്പം താങ്കൾക്ക് ചിലപ്പം കുക്കിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തിലായിരിക്കും. അപ്പം ബേസിക്കലി നമ്മളുടെ ലൈഫിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അതുപോലെ എനിക്ക് മറ്റാൾക്കാരെ എന്റർടൈൻ ചെയ്യുക, അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു പാഷൻ പ്രൊഫഷൻ ആക്കി എനിക്ക് എന്തെങ്കിലും ഏൺ ചെയ്യുക. അതിപ്പം സോഷ്യൽ മീഡിയ തന്നെ ആണോന്നില്ല, വേറെ എന്ത് പ്ലാറ്റ്ഫോം ആയാലും ശരി, എനിക്ക് അത് തന്നെയാണ് കൂടുതൽ താല്പര്യം. ഈ ഒരു ഇൻസിഡന്റ് വീട്ടിൽ അമ്മയൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. കാരണം വെച്ചാൽ അന്ന് അമ്മയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ. എന്നിട്ട് ഇപ്പൊ ഞാനൊരു പറഞ്ഞല്ലോ, നിങ്ങളെ അടുത്ത് കണ്ടു എന്നുള്ളൊരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ മറ്റുള്ള ഇന്റർവ്യൂ പോലെയല്ല, എനിക്കറിയാം. നമ്മൾ അന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സംസാരിച്ചോ പിന്നെ നിങ്ങൾ പിന്നെ ഒന്ന് സംസാരിച്ചോ നിങ്ങൾ മാറ്റി. അപ്പൊ അമ്മ അങ്ങനെ വല്ലതും ചോദിച്ചിരുന്നോ? അമ്മ ചോദിച്ചു എന്താടാ നീ മഴ കിട്ടുമെന്ന് ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മയാണെന്ന് കരുതി എല്ലാം അറിയേണ്ട ആവശ്യമൊന്നുമില്ല, അറിയേണ്ടതൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാന്ന് പറഞ്ഞു. അഹങ്കാരത്തിന്റെ വാക്കുകളായിരുന്നത്. അമ്മ പറഞ്ഞു എന്താ അഹങ്കാരോട് നിനക്ക്, ബെറ്റർ തള്ളേരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിച്ചു. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, അതെന്റെ ഉള്ളിലങ്ങ് ഒതുങ്ങി പൊക്കോട്ടെ, അതൊക്കെ ഇനിയിപ്പോ പുറത്ത് അത് കഴിഞ്ഞു. അവിടെ പോയി കൊട്ടിഘോഷിച്ചിട്ടോ ആർത്തുല്ലസിച്ച് കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല, അത് കഴിഞ്ഞു. ഇപ്പൊ ഓക്കെ മീഡിയയുടെ മുന്നിൽ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അത് ഒബ്വിയസ്ലി സംഭവിക്കാൻ കാരണമായ ആൾ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞതാണ്. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അതായിരിക്കാം ഇപ്പോഴും ഗോപിക അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാത്തത്. ഫ്രണ്ട് സർക്കിളിൽ അറിഞ്ഞതുകൊണ്ടോ? അല്ല, നമുക്ക് ബോധിപ്പിക്കുക എന്നല്ലെങ്കിൽ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ പറയുന്നത്, ഇവരാണല്ലോ നമ്മുടെ കൂടെ ഫുള്ള് നിൽക്കുന്നത്. എനിക്ക് ഇവൻ എന്നോട് ആ പണി കാണിച്ചു എന്ന് നമ്മുടെ സൗഹൃദത്തിൽ ഇവൻ ആ കാണിച്ച ശരിയായില്ല എന്ന് പറയാനുള്ള അവിടെ അറിയേണ്ട ആൾക്കാരൊക്കെ അറിഞ്ഞു. അവിടെ അറിഞ്ഞു. അത് ശരണ്യ അറിയണമെന്നോ അതിന്റെ ഓഡിയൻസ് അറിയണമെന്നോ ഇല്ല. കാരണം അവരൊന്നും അതിൽ ബാധിക്കുന്നില്ല. അവര് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ മനസ്സ് തുറക്കാൻ പറ്റിയ എനിക്ക് കംഫോർട്ട് സോൺ ആയിട്ട് തോന്നിയത് ആരാണോ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാനത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അത് നമുക്ക് മ്യൂച്വലി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങളെപ്പോലുള്ള മീഡിയക്കാര് എന്താ പറ്റിയത്. പക്ഷെ ഇപ്പം മറ്റേ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്, കിലുക്കത്തിനകത്തെ പറയല്ലേ, ജോജു ഞാൻ അടിച്ചു പിരിഞ്ഞ് ദുഷ്മൻ, അങ്ങനെയല്ല അതല്ലേ ദുഷ്മൻ നഹീ ഹൈ. കട്ടുപോകുന്നത് ചേച്ചി ദുഷ്മൻ, അങ്ങനെ ആയിരിക്കും കട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. സോ ദുഷ്മൻ നഹീ ഹൈ, ദോസ്തി ഭി നഹീ ഹൈ, തോ അൻജാൻ ഹൈ. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രേഞ്ച്നെസ്. ഞാൻ പറഞ്ഞില്ല, ലൈഫാണ്, എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകണം. അതിൽ നമ്മൾ പലരെയും പരിചയപ്പെടും, പലരും നമുക്ക് വഴികാട്ടിയാകും, പലരും നമ്മളെ പാര വെക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ മുറിവുണ്ട്, മുറിവിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക.
അതല്ലേ? അതെ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരാഗ്രഹമുണ്ട്, അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഗോപിക എന്നോട് നന്നായിട്ട് സംസാരിച്ച ആളാണെന്ന്, ഭയങ്കര രസമായിട്ട്. ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ പഴയ പോലെ ആയില്ലെങ്കിലും നിങ്ങൾക്കിടയിലെ ആ ഒരു ബോണ്ടിങ് അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ താങ്ക് യു.